ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുകാരായ FSDLും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള MRA കോൺട്രാക്റ്റ് വരുന്ന ഡിസംബറോടുകൂടി അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ISL നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതകളും വന്നിട്ടില്ല. ചില ISL ക്ലബ്ബുകൾ ചേർന്നുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഒരു ലെറ്റർ അയച്ചിരുന്നു. ഒരു യോഗം ചേരാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അതുപ്രകാരം ഫെഡറേഷൻ നാളെ ഒരു യോഗം ചേരുന്നുണ്ട്. ക്ലബ്ബുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് അതിൽ ക്ഷണം ലഭിക്കുകയും ചെയ്തിരുന്നു. ലെറ്ററിൽ ഒപ്പുവെക്കാത്ത ക്ലബ്ബുകളെയും ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് മോഹൻ ബഗാൻ, മുംബൈ സിറ്റി, ചെന്നൈയിൻ FC, ഈസ്റ്റ് ബംഗാൾ, മുഹമ്മദൻ SC എന്നിവരെയായിരുന്നു ഫെഡറേഷൻ ക്ഷണിച്ചിരുന്നത്. എന്നാൽ മോഹൻ ബഗാൻ ഈ ഒരു ക്ഷണം നിരസിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സ്പോർട്സ് വെബാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് യോഗത്തിൽ മോഹൻ ബഗാൻ പങ്കെടുത്തേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ബാക്കിയുള്ള എല്ലാ ISL ക്ലബ്ബുകളും ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തേക്കും. ഇക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം മോഹൻ ബഗാൻ മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. അവരുടെ വിശദീകരണം ഇങ്ങനെയാണ്: നിലവിൽ കാര്യങ്ങൾ ഒരു ഡെഡ് ലോക്ക് അവസ്ഥയിലാണ്. സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാവുക. അതിനു മുൻപേ യോഗം നടത്തുന്നത് ഒട്ടും ഫലപ്രദമാകില്ല. അതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഇതാണ് മോഹൻ ബഗാന്റെ നിലപാടായിക്കൊണ്ട് വരുന്നത്. മോഹൻ ബഗാൻ മാത്രം നാളത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല, ബാക്കി എല്ലാ ക്ലബ്ബുകളും പങ്കെടുക്കും എന്നുള്ളതാണ്. നാളത്തെ യോഗത്തിൽ ഒരു വ്യക്തത ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.